എല്ലാവർക്കും നമസ്കാരം. ഈ അധ്യായത്തിൽ നമുക്ക് എന്താണ് ആക്ടിവിറ്റി എന്ന് പഠിക്കാം. നമ്മൾ ഒരു ആൻഡ്രോയിഡ് പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നമുക്ക് മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ ആക്ടിവിറ്റീസ് ഡിഫോൾട്ടായി തന്നെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഈ ആക്ടിവിറ്റി? ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീനാണ്. നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ ഫോണിൽ കാണുന്ന ആ സ്ക്രീൻ ആണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ സ്ക്രീനാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി ആണെന്ന് വിചാരിക്കുക. നമ്മളിവിടെ മൈ കമ്പ്യൂട്ടർ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് സ്ക്രീനിലേക്ക് പോയിട്ടുണ്ട്, അതായത് സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് പോയിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മളിവിടെ ആൻഡ്രോയിഡിലും പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് ഫസ്റ്റ് ആക്ടിവിറ്റിയാണ്. നമ്മളിനി പുതിയ ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ആക്ടിവിറ്റിയിൽ നിന്നുകൊണ്ട് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതിനെ നമ്മൾ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ ഈ നോക്സ് പ്ലെയർ ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഞാനിവിടെ ഹോമിലേക്ക് പോകുന്നു. നമുക്കിവിടെ നിന്നും ഈ ഫയൽ മാനേജർ എടുക്കാം. ഞാനിവിടെ ഫയൽ മാനേജർ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി, മെയിൻ ആക്ടിവിറ്റി എന്ന് പറയും. നമ്മൾ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന ആദ്യം തന്നെ വരുന്ന ഈ ഒരു സ്ക്രീനാണ്. നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് അടുത്ത ഒരു ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഇതെല്ലാം ഓരോ സ്ക്രീനുകളാണ്. ആ ഓരോ സ്ക്രീൻ എന്ന് പറയുന്നത് ഓരോ പുതിയ ആക്ടിവിറ്റികളാണ്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാം. വീണ്ടും തിരിച്ചു പോകാം. നമ്മളിപ്പോൾ ഇവിടെ ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. മിനിമൈസ് ചെയ്യാം. നമുക്കിവിടെ ഇപ്പോൾ ഒരു ഫസ്റ്റ് ആക്ടിവിറ്റി ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ പഠിച്ചു, ഈ ആക്ടിവിറ്റി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഇത് ഡിസൈൻ ലേഔട്ടാണ്. നമുക്കിവിടെ കാണുന്നത് ടെക്സ്റ്റ് ലേഔട്ടാണ്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ പഠിച്ചു ഇവിടെ ഡിസൈൻ വിൻഡോ, നമുക്കടുത്ത് ഇവിടെ ടെക്സ്റ്റ് വിൻഡോ. അതുപോലെ തന്നെ ഈ കാണുന്നത് ആക്ടിവിറ്റി XML ആണ്. ഇവിടെ കാണുന്നത് ആക്ടിവിറ്റി ജാവയാണ്. ആക്ടിവിറ്റി XML എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സ്ക്രീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആക്ടിവിറ്റി XML നിന്നുകൊണ്ടാണ്. ജാവ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡിസൈനിൽ, അതായത് നമ്മളൊരു ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ഒരു സ്ക്രീനിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഡിസൈൻ എന്തൊക്കെ ഫങ്ഷൻസ് നടത്തണം എന്ന് തീരുമാനിക്കുന്നു അല്ലെങ്കിൽ എന്ന് കൊടുക്കുന്നത് നമ്മൾ ഈ ജാവയിലാണ്. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ ഒരു ബട്ടൺ ഉണ്ട്. ഇതൊരു ബട്ടൺ ആണ്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ബട്ടൺ ആണെന്ന് കാണാം. ന്യൂ ആക്ടിവിറ്റി, നെക്സ്റ്റ് ആക്ടിവിറ്റി എന്നിവിടെ കാണാം. ഞാൻ ഈ ഒരു ആക്ടിവിറ്റി, അതായത് ഇവിടെ ഇപ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് കാണാം. ഞാൻ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അടുത്ത ആക്ടിവിറ്റി ഓപ്പൺ ആയി വരണം. അപ്പോൾ ഞാനിവിടെ XML നിന്നുകൊണ്ട് ഡിസൈൻ ചെയ്തു. പക്ഷെ ഡിസൈൻ ചെയ്തുകൊണ്ട് മാത്രമായില്ല, നമുക്ക് അതിനൊരു കമാൻഡ് നമുക്ക് നൽകണം. എങ്കിൽ മാത്രമാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്, ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. നമ്മളിവിടെ ക്ലിക്ക് ചെയ്താലും ഇപ്പോൾ ഒന്നും സംഭവിക്കില്ല. കാരണം നമ്മളിവിടെ അതിൻ്റെ കമാൻഡ് നമ്മൾ നൽകിയിട്ടില്ല. ആ ഒരു കമാൻഡ് നമ്മൾ നൽകുന്നതിനെയാണ് നമ്മൾ ജാവ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മളിവിടെ കൊടുക്കുന്ന ഓരോ ഡിസൈനും എന്ത് ഫങ്ഷൻ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ജാവയിലാണ്. ഞാൻ ഇനി ജാവയിലേക്ക് പോകുന്നു. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് കമാൻഡ്സ് ഞാനിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഈ കമാൻഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. പക്ഷേ ഇപ്പോൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാൻ സാധിക്കില്ല. അതിന് കാരണം നമുക്ക് ഇവിടെ ഒരു റെഡ് ലൈൻ കാണാം, ഇവിടെയും റെഡ് കാണാം. ഇവിടെ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് കാണാം. ഈ സെക്കൻഡ് ആക്ടിവിറ്റി റെഡ് ആണ്. അതിന് കാരണം നമ്മളുടെ ലേഔട്ടിലും ജാവയിലും സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഇല്ല. നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു സെക്കൻഡ് ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? പുതിയ ഒരു ആക്ടിവിറ്റി, ഇപ്പോൾ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് ഞാനൊരു പേര് നൽകിയിട്ടുള്ളതാണ്. നമുക്കിവിടെ ഇഷ്ടമുള്ള പേര് നൽകാം. എങ്ങനെയാണ് മറ്റൊരു ആക്ടിവിറ്റി ആൻഡ്രോയിഡിൽ ക്രിയേറ്റ് ചെയ്യുക? ഞാനിപ്പോൾ ഇവിടെ കോപ്പി ചെയ്യുന്നു. ആൻഡ്രോയിഡിൽ ഒരു പുതിയ ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാനായി നമുക്കിവിടെ ഈ ആപ്പ് എന്ന് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ന്യൂ എന്ന് കാണാം. ഈ ന്യൂവിൽ ആക്ടിവിറ്റി എന്ന് കാണാം.
ഈ ആക്ടിവിറ്റിയിൽ നമ്മളൊരു എംപ്റ്റി ആക്ടിവിറ്റിയാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ധാരാളം ആക്ടിവിറ്റീസ് നമ്മളവിടെ പ്രീസെറ്റ് നമ്മൾ കണ്ടതാണ്. നമ്മളിപ്പോൾ ഇവിടെ എംപ്റ്റി ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ എംപ്റ്റി ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. മെയിൻ ടു ആക്ടിവിറ്റി എന്നാണ് ആക്ടിവിറ്റി നെയിം. ഞാനിവിടെ ചേഞ്ച് ചെയ്യുകയാണ്. സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ പാക്കേജ് നെയിം, നമ്മളൊരു പാക്കേജ് നെയിം നമ്മൾ ഫസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ പാക്കേജ് നെയിം എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. നമ്മുടെ സോഴ്സ് ലാംഗ്വേജ് ജാവ തന്നെയാണ്. ഇതെല്ലാം കറക്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ഫിനിഷ് കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, അവിടെ ഫിനിഷ് കൊടുത്തപ്പോൾ ഇവിടെ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രസ് ബാർ ഇവിടെ റണ്ണിങ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ലേഔട്ടിലും സെക്കൻഡ് ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഞാനിവിടെ ക്യാപിറ്റൽ ലെറ്റർ, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിട്ടാണ് ഇവിടെ സെക്കൻഡ് ആക്ടിവിറ്റി കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ വരുമ്പോൾ അതെല്ലാം സ്മോൾ ലെറ്ററിലേക്ക് വന്നിട്ടുണ്ട്. ആക്ടിവിറ്റി എന്ന് ആദ്യം വന്നിട്ടുണ്ട്, ഒരു അണ്ടർസ്ക്വയർ വന്നിട്ടുണ്ട്, സെക്കൻഡ് എന്ന് അടുത്തതായി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇവിടേക്ക് എത്തിയപ്പോൾ, ജാവയിലേക്ക് എത്തിയപ്പോൾ സെക്കൻഡ് ആണ് ആദ്യം വന്നിട്ടുള്ളത്, ആക്ടിവിറ്റി അതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ പ്രോഗ്രസ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഈ ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഇവിടെ ഇപ്പോഴും റെഡ് വന്നിട്ടുണ്ട്. അതിന് കാരണം ഞാനിവിടെ കമൻറ്റിൽ ഞാനൊരു പോർഷൻ ഞാനിവിടെ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ സെക്കൻഡ് ആക്ടിവിറ്റി ക്ലാസ് ഇവിടെ നമ്മളിവിടെ കൊടുത്തപ്പോൾ ഇവിടെ മെയിൻ ആക്ടിവിറ്റിയിൽ നിന്നും ആ റെഡ് കളർ ഇവിടെ പോയിട്ടുണ്ട്. പുതിയ ഒരു ആക്ടിവിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമുക്കൊരു ഇമേജ് വ്യൂ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ നമുക്ക് നമ്മളുടെ ആ ഇമേജ് ഇവിടെ നമുക്ക് ഇത്തരത്തിൽ കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റിയും ഉണ്ട്, സെക്കൻഡ് ആക്ടിവിറ്റിയും ഉണ്ട്. അതായത് നമ്മളിവിടെ ഫസ്റ്റ് സ്ക്രീൻ, ഈ ഫസ്റ്റ് സ്ക്രീനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് സ്ക്രീനിലേക്ക് എത്തുന്നതാണ്. നമുക്ക് ഇനി ഇതൊന്ന് എമുലേറ്ററിൽ നമുക്കൊന്ന് പ്രിവ്യൂ കാണാം. അതിനായി ഞാനിവിടെ റൺ കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഓൾറെഡി റൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതാണ് ഇവിടെ ഇത്തരത്തിലൊരു ഐക്കൺ വന്നിട്ടുള്ളത്. ഒരിക്കൽ കൂടി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മളുടെ ആപ്ലിക്കേഷൻ ഇവിടെ എമുലേറ്ററിൽ ഇവിടെ റൺ ചെയ്തു വന്നിട്ടുണ്ട്. നമുക്ക് ഈ നെക്സ്റ്റ് ആക്ടിവിറ്റിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സെക്കൻഡ് ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഞാനിപ്പോൾ ഇവിടെ ഫോമിലേക്ക് പോകുന്നു. ഇനി നമുക്ക് ഇത്തരത്തിൽ അല്ലാതെ എങ്ങനെയാണ് ഇവിടെ നിന്നും നമ്മൾ ഇത്തരത്തിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അല്ലാതെ എങ്ങനെയാണ് നമുക്കൊരു ആക്ടിവിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്ന് നോക്കാം. അതിനായി ഞാനിപ്പോൾ ഇവിടെ സെക്കൻഡ് ആക്ടിവിറ്റി ഞാൻ ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ കൊടുക്കുന്നു. ഡിലീറ്റ് എനിവേ ഞാൻ ഇവിടെ കൊടുക്കുന്നു. അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നതിന് കാരണം ആ സെക്കൻഡ് ആക്ടിവിറ്റിയുമായി ബേസ് ചെയ്തുകൊണ്ടുള്ള അതിൻ്റെ XML ഫയൽ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഡിലീറ്റ് കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് പുതിയ ഒരു ആക്ടിവിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ സെക്കൻഡ് ആക്ടിവിറ്റി എറർ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനിവിടെ ലേഔട്ടിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ കൊടുക്കുന്നു. നമുക്കിവിടെ ലേഔട്ട് റിസോഴ്സ് ഫയൽ എന്ന് കാണാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്കിവിടെ ഫയൽ നെയിം നമുക്കിവിടെ ആക്ടിവിറ്റി സ്മോൾ ലെറ്ററിൽ ആക്ടിവിറ്റി അണ്ടർസ്ക്വയർ സെക്കൻഡ് എന്ന് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മളൊരു .xml എന്നും കൂടി ടൈപ്പ് ചെയ്യണം. XML എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ ഓക്കെ കൊടുക്കാം. നമുക്കിപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് XML ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ജാവ ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ജാവ ക്ലാസ് എന്ന് പറയും. ഈ ജാവ ക്ലാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിനായി ഞാനിവിടെ ജാവയിൽ നമ്മളുടെ പാക്കേജ് നെയിം നമുക്കിവിടെ കാണാം. അതിൽ ഞാനിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ കൊടുക്കുന്നു. ജാവ ക്ലാസ് എന്ന് കാണാം. ഈ ജാവ ക്ലാസ് ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ കൊടുത്ത പേര് നമുക്ക് നൽകാം. സെക്കൻഡ്
ആക്ടിവിറ്റി എന്ന് നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നമുക്കൊരു സെക്കൻഡ് ആക്ടിവിറ്റി ജാവ ക്ലാസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി നമ്മളുടെ ഈ സെക്കൻഡ് XML-യുമായി നമുക്ക് ലിങ്ക് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഈ ആക്ടിവിറ്റി ക്ലാസ്സിനെ നമുക്കൊരു ആപ്പ് കോമ്പാക്ട് എന്ന ഒരു കമാൻഡ് കൂടി നമുക്ക് നൽകണം. എന്താണ് ആപ്പ് കോമ്പാക്ട് എന്ന് നമുക്ക് ഒരൊറ്റ അധ്യായമായി തന്നെ പഠിക്കാം. അതിനായി ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഞാനിവിടെ എക്സ്റ്റെൻഡ് എന്നൊരു കമാൻഡ് കൊടുക്കുകയാണ്. എക്സ്റ്റെൻഡ് എന്ന് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ആപ്പ് കോമ്പാക്ട് ഞാൻ ആപ്പ് എന്നടിച്ചപ്പോൾ തന്നെ ഇവിടെ ആപ്പ് കോമ്പാക്ട് ആക്ടിവിറ്റി എന്ന് വന്നിട്ടുണ്ട്. ഈ ആപ്പ് കോമ്പാക്ട് ആക്ടിവിറ്റി ഞാനിവിടെ എൻ്റർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ട് എന്ന് വന്നിട്ടുണ്ട്. ആപ്പ് കോമ്പാക്ട് ആക്ടിവിറ്റി എന്ന് നമുക്കിവിടെ കാണാം. അടുത്തതായി നമുക്കിവിടെ എൻ്റർ കൊടുക്കാം. അടുത്തതായി നമ്മളിവിടെ XML സെക്കൻഡ് ആക്ടിവിറ്റി XML ഫയൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ XML ഫയലിനെ നമ്മളുടെ ജാവ സെക്കൻഡ് ആക്ടിവിറ്റി ജാവയുമായി നമുക്ക് ലിങ്ക് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഓൺ ക്രിയേറ്റ് മെത്തേഡ് കൊണ്ടുവരാൻ പോവുകയാണ്. ഞാനിവിടെ ഓൺ ക്രിയേറ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഓൺ ക്രിയേറ്റ്. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ നമുക്കിവിടെ ഓൺ ക്രിയേറ്റ് എന്ന് കാണാം. പ്രൊട്ടക്റ്റഡ് വോയിഡ് ഓൺ ക്രിയേറ്റ് ബണ്ടിൽ എന്ന് കാണാം. ഞാനിവിടെ എൻ്റർ അടിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക. ഇനി നമുക്ക് നമ്മളുടെ സെക്കൻഡ് XML ആക്ടിവിറ്റിയുമായി നമുക്കിവിടെ ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഞാനിവിടെ സെറ്റ് കണ്ടന്റ് വ്യൂ എന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, സെറ്റ് കണ്ടന്റ് വ്യൂ ഞാൻ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ഞാനിവിടെ നമ്മളുടെ ഈ ഒരു ലേഔട്ട് നമുക്കിവിടെ മെൻഷൻ ചെയ്യണം. ഞാനിവിടെ r.layout നമ്മൾ ലേഔട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. r.layout. ആക്ടിവിറ്റി സെക്കൻഡ് എന്ന് ഓൾറെഡി വന്നിട്ടുണ്ട്. ആക്ടിവിറ്റി സെക്കൻഡ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റിയുമായി ഈ ജാവ ക്ലാസ്സിനെ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് മെയിൻ ആക്ടിവിറ്റി നോക്കാം. ഈ മെയിൻ ആക്ടിവിറ്റിയിലും ഓൾറെഡി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡിഫോൾട്ടായി തന്നെ ഇതേ സെയിം കമാൻഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആക്ടിവിറ്റി മെയിൻ എന്നതിന് പകരം നമ്മളിവിടെ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. ഇവിടെ ഓൺ ക്രിയേറ്റ് മെത്തേഡാണ്, ഇവിടെയും ഓൺ ക്രിയേറ്റ് മെത്തേഡാണ്. ഇവിടെ സെറ്റ് കണ്ടന്റ് വ്യൂ ആണ്, ഇവിടെയും സെറ്റ് കണ്ടന്റ് വ്യൂ ആണ്. ഇങ്ങനെ നമ്മളിവിടെ സെക്കൻഡ് XML-യുമായി നമ്മളിവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. എല്ലായ്പ്പോഴും ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് ഏറ്റവും എളുപ്പം നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡാണ്. പക്ഷെ ചില സമയങ്ങളിൽ ആദ്യം ഒരു ജാവ ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് XML ആ ഒരു ജാവ ക്ലാസിൻ്റെ XML നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അത്തരം ഒരു ആവശ്യങ്ങളിൽ ഉപയോഗിക്കാനാണ് ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡ് പറഞ്ഞു തന്നത്. നമ്മളിപ്പോൾ ഇവിടെ സെക്കൻഡ് ആക്ടിവിറ്റി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെക്കൻഡ് ആക്ടിവിറ്റി നമ്മളുടെ മാനിഫെസ്റ്റിൽ, അതായത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊജക്റ്റിൽ ഒരു മാനിഫെസ്റ്റ് ഉണ്ടായിരിക്കും. ആ മാനിഫെസ്റ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ പുതിയൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം.